വെൽക്കം ബാക്ക്. പൊതുസ്ഥലം മാറ്റ നടപടിക്രമം വൈകുന്നതിൽ ആശങ്കയിലാണ് റവന്യൂ വകുപ്പ് ജീവനക്കാർ. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ സാങ്കേതിക തകരാർ മൂലം നിരവധി ജീവനക്കാർക്ക് അപേക്ഷ നൽകാൻ സാധിച്ചിട്ടില്ല. സ്ഥലം മാറ്റ മാനദണ്ഡത്തിൽ പോലും വ്യക്തത നൽകിയിട്ടില്ലെന്നും പൊതുസ്ഥലം മാറ്റം അട്ടിമറിക്കാനാണ് നീക്കമെന്നും NGO അസോസിയേഷൻ ആരോപിക്കുന്നു. ഇപ്പോൾ 7-ാം തീയതി ഏറ്റവും അവസാനത്തെ ഡേറ്റായി നിശ്ചയിക്കുകയും മാനദണ്ഡങ്ങളിൽ വരെ കൃത്യത പറയാൻ വകുപ്പ് തയ്യാറാകാതെ നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഒരു പരിമിതമായ ദിവസത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ ആളുകൾക്കും ഈ ടെക്നിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, പരാതികൾ പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഭവിക്കാൻ പോകുന്നത് അർഹതയുള്ള ജീവനക്കാർക്ക് ഇതിൻ്റെ പ്രോപ്പറായ അപേക്ഷ കൊടുക്കാൻ, ഓൺലൈനായി അപേക്ഷ കൊടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഒന്നുണ്ടാകും. 2025 പൊതുസ്ഥലം മാറ്റം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ചില ആളുകൾ നടത്തുന്നതായുള്ളൊരു സംശയവും കൂടി ഇതിനകത്തുണ്ട്. ഇനി വരാനിരിക്കുന്ന വർഷം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കും. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അപേക്ഷ നൽകുന്നതിനുള്ള കാലാവധി നീട്ടി കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അവസാനം വലിയ പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തും ഉണ്ടായപ്പോഴാണ് സെപ്റ്റംബർ അവസാനത്തിലെങ്കിലും പൊതുസ്ഥലം മാറ്റം നടന്നത്. സിനോജ് തോമസ് നമുക്കൊപ്പം. സിനോജ് തോമസ്, ജീവനക്കാരുടെ ആശങ്ക പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും? സുജയപാർവതി, കഴിഞ്ഞ നവംബർ മാസമാണ് 2025 പൊതുസ്ഥലം മാറ്റത്തിൻ്റെ സർക്കുലർ ഇറങ്ങിയത്. ആ സർക്കുലർ പ്രകാരം ജനുവരി 31 അപേക്ഷ നൽകണമെന്നായിരുന്നു. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം 2 തവണ ആ ഡേറ്റ് നീട്ടി നൽകി. ആ ഡേറ്റാണ് മറ്റന്നാൾ അവസാനിക്കാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ പോലും സാങ്കേതിക പ്രശ്നം, അതായത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ആ പോർട്ടലിലെ സാങ്കേതിക പ്രശ്നം കാരണം നിരവധി ജീവനക്കാർക്ക് ഇപ്പോഴും അപേക്ഷ നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. നവംബറിൽ ഇറങ്ങിയ സർക്കുലർ പ്രകാരം ഈ മാസം 25 പൊതുസ്ഥലം മാറ്റം ഇറങ്ങി ഉത്തരവ് നൽകേണ്ടത്. പക്ഷേ അതും ഇറങ്ങാനുള്ള സാധ്യത തീരെ കുറവാണ്. സാധാരണ വകുപ്പുകളിൽ ജൂൺ മാസത്തിന് മുന്നോടിയായിട്ട് പൊതുസ്ഥലം മാറ്റം നടക്കുന്നതാണ് സംസ്ഥാനത്ത്. പക്ഷേ റവന്യൂ വകുപ്പിൽ കഴിഞ്ഞ കുറച്ച് വർഷമായി അത് നടക്കുന്നില്ല. ജീവനക്കാരുടെ മക്കളെ സ്കൂളിൽ ചേർക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണെന്നാണ് സർവീസ് സംഘടനകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഥലം മാറ്റത്തിന്റെ മാനദണ്ഡം പോലും കൃത്യമായി വകുപ്പിൽ പാലിക്കുന്നില്ലെന്നൊരു ആരോപണം വരുന്നുണ്ട്. സർക്കാരിന്റെ 2017 നയപ്രകാരം ഒരു സ്റ്റേഷനിൽ 5 വർഷം പൂർത്തിയാക്കിയെങ്കിൽ അവരെ സ്ഥലം മാറ്റണമെന്നാണ് സർക്കാരിൻ്റെ നയം. ആ നയം പോലും ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറയുന്നു. NGO യൂണിയൻ ഒഴികെയുള്ള സർവീസ് സംഘടനകൾ രേഖാമൂലം റവന്യൂ വകുപ്പിൽ പരാതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു മാനദണ്ഡം പോലും ഇതുവരെ വകുപ്പിൽ നിശ്ചയിച്ചിട്ടില്ല. അതിനിടയിലാണ് ഈ അപേക്ഷ നൽകാൻ കഴിയാതെ നൂറുകണക്കിന് ജീവനക്കാർ ഇപ്പോഴും ഈ സ്ഥലം മാറ്റം ആഗ്രഹിച്ച് കഴിയുന്നത്. അവരുടെ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന് അവർക്ക് ജീവനക്കാർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ഏതായാലും മറ്റന്നാൾ ഈ തീയതി അവസാനിക്കാൻ പോവുകയാണ്. ഇനിയും തീയതി നീട്ടി നൽകി കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വർഷത്തെ സ്ഥലമാറ്റം നടക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് സർവീസ് സംഘടനകൾ പറയുന്നത്. സുജയ.